ADGP MR അജിത് കുമാറിന് ഇന്ന് നിർണായകം. അനധികൃത സ്വത്ത് സമ്പാദന കേസിലെ വിചാരണ കോടതി വിധി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജിയിൽ ഹൈക്കോടതി ഇന്ന് വിധി പറയും. മുഖ്യമന്ത്രിക്കെതിരായ വിജിലൻസ് കോടതിയുടെ പരാമർശങ്ങൾ നീക്കണമെന്ന സർക്കാരിന്റെ ഹർജിയിലും കോടതി തീരുമാനമെടുക്കും. ജസ്റ്റിസ് എ ബദറുദ്ദീൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് രണ്ട് ഹർജികളിലും വിധി പറയുന്നത്. ശ്യാം ദേവരാജുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ശ്യാം ദേവരാജ്, ഇന്ന് അജിത് കുമാറിന് നിർണായകമാണ്. വിധി റദ്ദാക്കുകയാണെങ്കിൽ അത് വലിയ കോംപ്ലിക്കേഷനിലേക്ക് നയിക്കും. മാത്രമല്ല സർക്കാരിൻ്റെ ആവശ്യം വിജിലൻസ് കോടതിയുടെ അഭിപ്രായം അത് ഒഴിവാക്കി കിട്ടുക എന്നുള്ളതാണ്. സമാനമായ രീതിയിലുള്ളൊരു പ്രതികരണം ഈ കേസ് പരിഗണിക്കുന്ന സമയത്ത് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായി എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പോൾ അതുകൊണ്ട് സർക്കാരിനൊരു പക്ഷേ ഈ വിചാരണ കോടതിയുടെ പരാമർശം നീക്കം ചെയ്യാനുള്ള ഒരു അനുമതി കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അത്ഭുതങ്ങളൊന്നും സംഭവിക്കാൻ സാധ്യതയില്ല അല്ലേ ശ്യാം ദേവരാജ്? ഡോക്ടർ അരുൺകുമാർ, അങ്ങനെ തന്നെയാണ്. ഇത് ഈ ADGP MR അജിത് കുമാറിന്റെ അനധികൃത സ്വത്ത് സമ്പാദന കേസുമായി ബന്ധപ്പെട്ടുള്ള രണ്ട് ഹർജികളാണ് ഇന്ന് ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്നത്. അതിലാണ് ജസ്റ്റിസ് എ ബദറുദ്ദീൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് വിധി പറയുന്നത്. ഇതിൽ ഒന്നാമത്തേത്, നേരത്തെ MR അജിത് കുമാറിന് വിജിലൻസ് അന്വേഷണം നടത്തുകയും അനധികൃത സമ്പാദനത്തിൽ അന്വേഷണം നടത്തുകയും ക്ലീൻ ചിറ്റ് നൽകുകയും ചെയ്തിരുന്നു. ഈ നടപടി, ക്ലീൻ ചിറ്റ് നൽകിയ നടപടി തിരുവനന്തപുരം വിജിലൻസ് കോടതി റദ്ദാക്കി. ഇതിനെതിരെയാണ് MR അജിത് കുമാർ ഹൈക്കോടതിയെ സമീപിച്ചത്. ഒപ്പം ഈ വിജിലൻസ് കോടതി വിധിയിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരായ ചില പരാമർശങ്ങൾ ഉണ്ടായിരുന്നു. ഈ പരാമർശങ്ങൾ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് സംസ്ഥാന സർക്കാരും ഹൈക്കോടതിയെ സമീപിച്ചത്. സംസ്ഥാന സർക്കാരിന്റെ, അതായത് മുഖ്യമന്ത്രിയുടെ PV Anwar മുഖ്യമന്ത്രിക്ക് പരാതി നൽകുന്നു. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി അന്വേഷണത്തിന് നിർദ്ദേശം നൽകുന്നു. അന്വേഷണത്തിന് നിർദ്ദേശം നൽകി അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് നൽകുന്നു. ആ റിപ്പോർട്ടാണ് മുഖ്യമന്ത്രി പരിശോധിച്ചത്. മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് പരിശോധിക്കാൻ അധികാരമില്ല എന്നായിരുന്നു തിരുവനന്തപുരം വിജിലൻസ് കോടതിയുടെ നിരീക്ഷണം. ഈ നിരീക്ഷണം റദ്ദാക്കണമെന്നതാണ് സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം. അത് ഏറെക്കുറെ ശരിയാണ് എന്ന കാര്യം നേരത്തെ തന്നെ ഹൈക്കോടതി നിരീക്ഷിച്ചിരുന്നു. സ്വാഭാവികമായും സംസ്ഥാന സർക്കാരിന് അനുകൂലമായ ഒരു നിലപാടുണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. രണ്ടാമത്തേത് MR അജിത് കുമാറിന്റെ കാര്യമാണ്. ഈ ക്ലീൻ ചിറ്റ് റദ്ദാക്കിയ നടപടിക്രമങ്ങളിൽ വീഴ്ചയുണ്ട് എന്ന കാര്യം നേരത്തെ ഹൈക്കോടതി നിരീക്ഷിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇതിന് സ്റ്റേയും നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ MR അജിത് കുമാറിന് കൂടി ആശ്വാസകരമാകുന്ന ഒരു നിലപാട് ഇന്ന് ഹൈക്കോടതിയിൽ നിന്നുണ്ടാകുമെന്ന് നമ്മൾ കരുതുന്നു. ഓക്കെ, താങ്ക് യു. ലീഗൽ കറസ്പോണ്ടന്റ് ശ്യാം ദേവരാജാണ്. അത്ഭുതമൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ആ കാര്യങ്ങളൊക്കെ അങ്ങനെ